ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ജീവനോടെ അല്ലാതെയാണോ കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ടുള്ളത്? ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുമോ? അല്ല, എവിടെയും എത്താത്തൊരു കേസായി ഈ കേസ് മാറുമോ? കാരണം വേറെ ഒന്നുമല്ല, പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പോലീസ് പറയുന്നത് ഈ പ്രതി എന്ന് പറയുന്ന അമ്മാവൻ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പോലീസിനുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ അമ്മാവൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കൂടി പോലീസിന് സംശയമുണ്ട്. കാരണം ഈ വ്യക്തി പറഞ്ഞ ഒരു മൊഴി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉൾമനസ്സ് പറഞ്ഞതാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമാണ് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം. അതിനോട് തന്നെ ഒരു സ്വാമിയുടെ പ്രസൻസും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി ഈ വീട്ടുകാർ മുഴുവൻ പറയുന്ന എല്ലാ മൊഴിയും ശരിവെക്കുന്നതല്ല, മൊഴികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഭർത്താവ് പറഞ്ഞ മൊഴിയല്ല ഇന്ന് ഭർത്താവ് പറയുന്നത്, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന മൊഴിയല്ല ഇന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. ഇന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് ഭാര്യക്കും ഇതിൽ, അതായത് ആ കുട്ടിയുടെ അമ്മക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ അതേസമയം ഈ ഭാര്യ, അതായത് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത്, ഇന്നലെ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് ഭർത്താവിനും ഇതിൽ പങ്കുണ്ടാവും എന്നാണ് ഭാര്യ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഭാര്യ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് സഹോദരൻ, അതായത് ഈ അമ്മാവൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിന് കാരണമായിട്ട് സഹോദരി, അതായത് ഈ ഭാര്യ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സഹോദരൻ, ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊല്ലും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഭാര്യ, അതായത് ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്ന മൊഴികൾ തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ല. മൊഴികൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ, അതായത് പ്രതി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കുടുംബക്കാരും മുഴുവനായിട്ടും മൊഴികൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വലിയൊരു പ്ലാനിങ്ങോ എന്തോ കാര്യം ഉണ്ട് എന്നാണ് പോലീസിന് ഇപ്പോഴും സംശയം. കാരണം പോലീസ് ഇപ്പോഴും പ്രതി ആ വ്യക്തി മാത്രമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് ഇതുവരെ പോലീസിന് വിശ്വാസം വന്നിട്ടില്ല. കാരണം ഈ മൊഴികൾ എല്ലാവരും മാറ്റി പറയുന്നതുകൊണ്ട് തന്നെ മൊഴികൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ചേർച്ചയും വരാത്തത് കൊണ്ട് തന്നെ പോലീസും കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് എവിടെ എത്താത്തൊരു കേസായി മാറുമോ എന്ന് സംശയമുണ്ട്. എന്നാൽ അതേസമയം സ്വാമിയുടെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്വാമിയുടെ കാര്യത്തിൽ പറയുന്നത് ഈ ഭാര്യ ഏകദേശം, അതായത് ഈ മരിച്ച കുട്ടിയുടെ അമ്മ ഏകദേശം 20 to 30 ലക്ഷം വരെ ഈ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, എന്തോ വീടെടുക്കാൻ അങ്ങനത്തെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഒട്ടുമിക്ക ദുരൂഹ മരണത്തിലും ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ ഒരു തങ്ങളോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതുവരെയുള്ള കേസ് ഹിസ്റ്ററീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഫൈനാൻഷ്യലി ഇഷ്യൂസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ഇതുപോലത്തെ ദുരൂഹ മരണത്തിലും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഒരു ഫിനാൻഷ്യൽ നീഡിന് വേണ്ടി, അതായത് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഒരു സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുരുതി കൊടുത്തിട്ടുള്ള ന്യൂസസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അതുപോലത്തെ ഒന്നാണോ എന്നും കൂടി പോലീസിന് സംശയമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ. കാരണം ഈ വ്യക്തി ഞാനാ കൊന്ന എന്ന് പറയുന്നു, എന്നാൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ആ വ്യക്തി പറയുന്നുണ്ട് ഈ പറയുന്ന ഭാര്യ, അതായത് ഈ കുട്ടിയുടെ അമ്മയുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ വ്യക്തി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വൈരാഗ്യത്തിലാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ ആ മൊഴിയും ആ വ്യക്തി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഉറപ്പും ഒന്നിലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കേസ് എവിടെ ചെന്ന് എത്തുമെന്ന് പോലീസിനും ഒരു നിശ്ചയമില്ല. കാരണം മൊഴികൾ മാറ്റി പറയുന്നതുകൊണ്ട് തന്നെ, മൊഴികൾ തമ്മിൽ ചേർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, പുറത്ത് കൊണ്ടുവരണം. കാരണം എല്ലാവർക്കും അറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കൊന്നത് എന്നുള്ളൊരു കാര്യം അറിയണം. കേരളക്കാർക്ക് അത് അറിഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിനെയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇത് ചെയ്തത് ആരായിരുന്നാലും ശരി, കോടതിയുള്ള ശിക്ഷ അല്ല കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തികളെ നാട്ടുകാർക്ക് കൊടുത്ത് നാട്ടുകാർ വേണം ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിനെ വിശ്വസിക്കുന്ന ആളാണ്. എന്നാലും ഞാൻ ഇത് പറയുകയാണ്. കാരണം ആ 2 വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നു എന്ന് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another വീഡിയോ. ഓക്കെ, താങ്ക് യു.